പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കേടായ വാഷിംഗ് മെഷീനെ ചൊല്ലി തർക്കം. യുഎസിലെ ഡാലസിൽ ഇന്ത്യക്കാരനെ കഴുത്തറുത്തുകൊന്ന മോട്ടൽ ജീവനക്കാരൻ. എയർ ഇന്ത്യ ഡാലസ് ഡൽഹി നേരിട്ടുള്ള സർവീസ് സസ്പെൻഡ് ചെയ്തു. യുഎസ് ഇന്ത്യ വ്യാപാര കരാർ ഉടനെ ഉണ്ടാവുമെന്ന് നിയുക്ത അംബാസഡർ ഗോർ. ഇന്ത്യൻ വംശജന്റേത് ആത്മഹത്യയല്ല, കൊലപാതകം, ഗുരുതര ആരോപണവുമായി എലോൺ മസ്ക്. നാസയുടെ ബഹിരാകാശ പദ്ധതികളിൽ നിന്ന് ചൈനീസ് പൗരന്മാരെ ഒഴിവാക്കും. നോക്കാം വാർത്തകൾ വിശദമായി. യുഎസിലെ ഡാലസിൽ ഇന്ത്യക്കാരനെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. മോട്ടൽ മാനേജറായിരുന്ന ചന്ദ്ര നാഗമല്ലയാണ് കൊല്ലപ്പെട്ടത്. ഇതേ മോട്ടലിലെ ജീവനക്കാരനായ യോർഡാനിസ് കൊബോസ് മാർട്ടിനസ് ആണ് ചന്ദ്ര നാഗമല്ലയെ ആക്രമിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കേടായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മാനേജർ ചന്ദ്ര നാഗമല്ലയ്യ നേരിട്ട് കാര്യങ്ങൾ പറയാതെ മറ്റൊരു ജീവനക്കാരി മുഖേന ആശയവിനിമയം നടത്തുന്നു എന്നാരംഭിച്ചായിരുന്നു ആക്രമണം. കേടായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത് എന്ന് നാഗമല്ലയ്യ മാർട്ടിനസിനോട് പറഞ്ഞതായിരുന്നു ആക്രമണത്തിനുള്ള പെട്ടെന്നുള്ള പ്രകോപനം. തർക്കത്തിനിടെ മാർട്ടിനസ് നാഗമല്ലയ്യെ പലതവണ കുത്തുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. ഇതിനിടെ നാഗമല്ലയ്യയുടെ ഭാര്യയും മകനും ഇടപെട്ട അക്രമം തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ നാഗമല്ലയ്യയെ മാർട്ടിനസ് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. സംഭവത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അനുശോചനം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡാലസ് ഫോർട്ട് വർത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാൻ എയർ ഇന്ത്യയുടെ പദ്ധതികൾ സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2024 ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഡാലസ് ഡൽഹി റൂട്ടുകൾ എയർപോർട്ടിന്റെ സർവീസ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി അറിയിക്കുന്നു. ബോയിങ് 7878 വിമാനങ്ങളുടെ റാഫ്റ്റിംഗ് പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ചില ദൂരവിമാനങ്ങൾ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത്. ഈ പ്രക്രിയ 2026 വരെ നീണ്ടു നിൽക്കാനിടയുള്ളതായി സൂചിപ്പിക്കുന്നു. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും ഡാലസ് ഡൽഹി റൂട്ടിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായി കാണുന്നു. പക്ഷേ റൂട്ടിന്റെ നിലവാരം വ്യക്തമല്ലാത്തതിനാൽ യാത്രക്കാർ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. നേരിട്ടുള്ള സർവീസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഇത് പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാർ ഉടനെ ഉണ്ടാവുമെന്ന് ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട സെർജിയോ ഗോർ സെനറ്റ് വിചാരണയിൽ പറഞ്ഞു. അടുത്തയാഴ്ച വാഷിംഗ്ടണിലെത്താൻ ഇന്ത്യൻ സംഘത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഡീലിനോട് വളരെ അടുത്തെത്തി. ഇന്ത്യയുമായി നമ്മൾ സജീവ ചർച്ചയിലാണ്. അടുത്തയാഴ്ച യുഎസിലെത്താൻ അവരുടെ കൊമേഴ്സ് ട്രേഡ് മന്ത്രിമാരെ പ്രസിഡന്റ് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവരിവിടെ അംബാസിഡർ ഗേറെ കാണും. ഡീലാണ് പ്രത്യാശ. അതിൽ നിന്നും അത്രയൊന്നും അകലെയല്ല നമ്മൾ ഇപ്പോൾ. ക്വാഡ് കൂട്ടായ്മയോടുള്ള യുഎസ് പ്രതിബദ്ധത ഗോർ ആവർത്തിച്ചു. യുഎസ്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുൾപ്പെട്ട ക്വാഡ് സഖ്യം വളരെ പ്രധാനമാണെന്നും ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രസിഡന്റ് ട്രംപ് പങ്കെടുത്തേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ അധികാരമേറ്റ് 1 മണിക്കൂറിനകം ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും യുഎസിനു ചൈനയേക്കാൾ അടുത്ത ബന്ധം ഇന്ത്യയുമായാണെന്ന് ഗോർ പറഞ്ഞു. ചൈനയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ഇന്ത്യയെ അടുപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രത്യാശ. 5 വർഷം മുൻപ് അവർ യുദ്ധത്തിലായിരുന്നു. ചൈനയുടെ വികസന നീക്കങ്ങളിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഇത് ഇന്ത്യയുടെ അതിർത്തിയിൽ മാത്രമല്ല മേഖലയാകെയുണ്ട്. യുഎസും ഇന്ത്യയും ഇതെല്ലാം പൊതു വെല്ലുവിളികളായി കാണുന്നു. അത് ഉന്നത മുൻഗണനയാവും. ന്യൂസ് ഡെസ്ക് eMalayali. മുൻ ഓപ്പൺ എഐ ഗവേഷകൻ സുജീർ ബാലാജിയുടെ മരണം ആത്മഹത്യയാണെന്ന ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാന്റെ പ്രസ്താവന തള്ളി എലോൺ മസ്ക്. സുജീർ ബാലാജി കൊല്ലപ്പെട്ടതാണെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടു. സാം ആൾട്ട്മാനും അമേരിക്കൻ ബ്രോഡ്കാസ്റ്റർ ടക്കർ കാൾസണും തമ്മിലുള്ള അഭിമുഖം വൈറലായതിന് പിന്നാലെയാണ് മസ്കിന്റെ പ്രതികരണം. അഭിമുഖത്തിനിടെ ബാലാജിയുടെ വിവാദപരമായ മരണത്തെക്കുറിച്ച് ടക്കർ കാൾസൺ സാം ആൾട്ട്മാനോട് നേരിട്ട് ചോദിച്ചിരുന്നു. നിങ്ങളുടെ കമ്പനി ആളുകളുടെ വിവരങ്ങൾ മോഷ്ടിക്കുകയും അവർക്ക് പണം നൽകാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു പ്രോഗ്രാമർ പരാതിപ്പെട്ടു. അതിനുശേഷം അയാൾ കൊല്ലപ്പെട്ടു. എന്താണത് എന്നായിരുന്നു കാൾസന്റെ ചോദ്യം. ഇതൊരു വലിയ ദുരന്തമാണെന്നും ബാലാജി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും ആൾട്ട്മാൻ പ്രതികരിച്ചു. താൻ വ്യക്തിപരമായി എല്ലാ വിവരങ്ങളും പരിശോധിച്ചെന്നും തനിക്കത് ഒരു ആത്മഹത്യയായിട്ടാണ് തോന്നുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കാൾസൺ ഈ വാദം അംഗീകരിക്കാൻ തയ്യാറായില്ല.
CCTV വയറുകൾ മുറിച്ച നിലയിലായിരുന്നുവെന്നും പിടിവലിയുടെ സൂചനകളും 2 മുറികളിൽ രക്തവും കണ്ടെത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ദുരൂഹമായ വിഗ് കണ്ടെടുത്തതായും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയായി തോന്നുന്നതെന്നും കാൾസൺ ചോദിച്ചു. എന്നിരുന്നാലും ബാലാജി നിയമപരമായി വാങ്ങിയ തോക്ക് ഉപയോഗിച്ചാണ് മരിച്ചതെന്നും എല്ലാ തെളിവുകളും ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ആൾട്ട്മാൻ ആവർത്തിച്ചു. ഇന്ത്യൻ വംശജനും AI ഗവേഷകനുമായ സുജീർ ബാലാജിയെ 2024 നവംബറിൽ അദ്ദേഹത്തിന്റെ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പാർട്ട്മെന്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓപ്പൺ AI അതിന്റെ മോഡലുകളുടെ പരിശീലനത്തിൽ പകർപ്പവകാശ ലംഘനം നടത്തിയെന്ന് പരസ്യമായി ആരോപിച്ചതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമായിരുന്നു മരണം. സാൻ ഫ്രാൻസിസ്കോ മെഡിക്കൽ എക്സാമിനർ സ്വയം വെടിയുതിർത്തുള്ള ആത്മഹത്യയാണ് മരണകാരണമെന്ന് വിധിച്ചിരുന്നു. എന്നാൽ ബാലാജിയുടെ കുടുംബം ഈ കണ്ടെത്തലുകളെ എതിർക്കുകയും കൂടുതൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ബഹിരാകാശ പദ്ധതികളിൽ നിന്നും അമേരിക്കൻ ഏജൻസിയായ നാസ ചൈനീസ് പൗരന്മാരെ ഒഴിവാക്കുന്നതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യം അമേരിക്കൻ ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നാസയുടെ തീരുമാനം നിരവധി ചൈനീസ് ഗവേഷകരെയും വിദ്യാർത്ഥികളെയും ബാധിച്ചു. സൈബർ സുരക്ഷയുടെ ഭാഗമായും ബഹിരാകാശ ഏജൻസിയുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ചൈനീസ് പൗരന്മാരെ ഒഴിവാക്കാനുള്ള തീരുമാനം. ബഹിരാകാശ പദ്ധതികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ വിവിധ സൈബർ സുരക്ഷയുള്ള സംവിധാനങ്ങളിലേക്കും സൗകര്യങ്ങളിലേക്കും പ്രവേശനം നിയന്ത്രിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നാസയുടെ പ്രസ് സെക്രട്ടറി ബെഥാനി സ്റ്റീവൻസ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൗണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.